ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൻ്റെ അവകാശമാണ്, ആവശ്യവുമാണ്. എന്തുകൊണ്ട് അവകാശമാണ്, എന്തുകൊണ്ട് ആവശ്യമാണ്? അവകാശമായി തീരുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്ക് കൂട്ടാൻ തുടങ്ങിയ കാലം, അതായത് അത് കണക്ക് കൂട്ടാൻ തുടങ്ങിയ കാലം മുതൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതായത് HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് മാത്രവുമല്ല, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കും എന്നാണ് നാം കണ്ടറിഞ്ഞിട്ടുള്ളത്. ഈ കാര്യം നമ്മുടെ നോബൽ ലൊറേറ്റ് ആയിട്ടുള്ള, അതായത് 1998 ഇന്ത്യയിലേക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കൊണ്ടുവന്ന അമർത്യ സെൻ പല ആവർത്തി വളരെ ആഹ്ലാദകരമായ രീതിയിൽ കേരളത്തിലെ ശ്ലാഘിച്ചുകൊണ്ട് പല എഴുത്തുകളും പല ലേഖനങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ആരോഗ്യരംഗത്ത് നാം ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കടപിടിക്കത്തക്ക രീതിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിനിവിടെ സ്വകാര്യ മെഡിക്കൽ സൗകര്യങ്ങളുണ്ട്. രാജഭരണകാലം മുതലേ കേരളത്തിലെ ആതുര സേവന രംഗത്ത് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. രാജഭരണകാലം തന്നെ. അത് കഴിഞ്ഞു ഡെമോക്രസി വന്നു. ഡെമോക്രസി വന്നപ്പോഴും ഗവൺമെൻറ്റും അതുപോലെ സ്വകാര്യ മേഖലയും, പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ തന്നെ പ്രാധാന്യത്തോടെ ഈ ആരോഗ്യ മേഖലയെ കണ്ടു. അപ്പോൾ ഇത് അവർ ആരോഗ്യ മേഖലയെ കണ്ടു എന്നുള്ളതല്ല, നാം എല്ലാ കാലത്തും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നു. കാരണം ആദ്യകാലം മുതലേ കേരളത്തിൽ നിന്ന് ധാരാളം പേര് കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയിരുന്നു. സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ തൊഴിൽ തേടിപ്പോയിരുന്നു. അതുപോലെ തന്നെ 1970കളുടെ ആരംഭം മുതൽ ഗൾഫ് മൈഗ്രേഷൻ. അപ്പോൾ അങ്ങനെ വെളിയിലേക്കൊക്കെ പോവുക, അതിനുവേണ്ടി കൂടുതൽ പഠിക്കുക, അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ മെച്ചപ്പെട്ടു വരുമ്പോൾ, വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി പ്രാപിക്കുമ്പോഴാണ് ആരോഗ്യത്തെപ്പറ്റി, അതായത് ഭ്രൂണ അവസ്ഥ തൊട്ട് വളർന്നു വരുന്ന അവസ്ഥ വരെയുള്ള ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെപ്പറ്റി നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് കേരളം ആരോഗ്യരംഗത്ത് മറ്റ് തെക്കേ ഇന്ത്യൻ, അതായത് നമ്മളെക്കാളും സാമ്പത്തികമായിട്ടും വ്യാവസായികമായിട്ടും ഒക്കെ തൊഴിൽ സൃഷ്ടിക്കലിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഉയർന്ന തോതിൽ ആരോഗ്യവും വിദ്യാഭ്യാസവും പുലർത്തിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വികസിപ്പിച്ചു കൊണ്ടുവന്നു കേരളം. അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ഒരു എയിംസിന് അർഹതയുണ്ട്. കാരണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, പാശ്ചാത്യ ലോകത്തോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ആരോഗ്യ നിലവാരം, ഈ ആരോഗ്യ നിലവാരം കൊണ്ട് തന്നെ നാം ഒരു എയിംസിന് അവകാശപ്പെട്ടവരാണ്. അതുപോലെ 1992 വാജ്പേയി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആരോഗ്യരംഗത്ത് കേന്ദ്രത്തിൻ്റെ ചെലവ് ഏകദേശമൊക്കെ തുല്യത വരത്തക്ക രീതിയിൽ ചെലവഴിക്കും എന്നാണ് ആ നയത്തിൽ, ആരോഗ്യ നയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ഒരു എയിംസ് അത്യാവശ്യം നമുക്ക് അർഹതയുണ്ട്. കാരണം നമ്മൾ ഇവിടെ വളരെ കുറച്ച് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ആരോഗ്യ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഉള്ളത് വളരെ കുറച്ച് മാത്രമാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ബയോടെക്നോളജി വകുപ്പ് പോലെ ഒക്കെയുള്ള വളരെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, വളരെ കൂടുതൽ ഗവൺമെൻറ് കേന്ദ്രം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, അതിൽ അവഗണിക്കപ്പെട്ടതുപോലെയാണ് കേരളം കിടക്കുന്നത്. കാരണം കേരളത്തിൽ സൂചിക ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ സാരമില്ല എന്ന വിചാരം കൊണ്ടാകാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ വിചാരം മാറ്റിയെടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആ വിചാരം മാറ്റിയെടുക്കേണ്ടത്? ഒന്നാമത്, ഈ പറയപ്പെട്ട സ്വകാര്യ സൗകര്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി, സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മേഖലയെ അപ്രോച്ച് ചെയ്യാൻ സാധാരണക്കാരന് പറ്റില്ല. സാധാരണക്കാരന് പറ്റില്ല എന്ന് വെച്ചാൽ ഹൈലി റിച്ച് ആയിട്ടുള്ളവർക്ക് മാത്രമേ അവിടേക്ക് എത്തിപ്പറ്റാൻ പറ്റൂ. പിന്നെ എന്താണ്, ഈ ലോവർ ഇൻകം തൊട്ട് മിഡിൽ ഇൻകം തൊട്ട് അപ്പർ ഇൻകം വരെയുള്ള എല്ലാ വിഭാഗക്കാർക്കും കേരളത്തിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഇൻസിഡൻസ് കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതൽ. അതുപോലെ മദ്യാസക്തിയും കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതുവഴി ലിവറിനുണ്ടാകുന്ന ഡാമേജ് അതൊക്കെ കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ. അങ്ങനെയൊക്കെ വരുമ്പോഴും ആരോഗ്യരംഗത്ത് നമ്മൾ മികവ് പുലർത്തണം. ഒക്കെ പോകട്ടെ, ഇതിനേക്കാളൊക്കെ പ്രധാനമാണ്
ഇതാ ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, അടുത്ത ദിവസം എംപോക്സ് സ്ഥിരീകരിച്ചു കേരളത്തിൽ, നിപ്പ സ്ഥിരീകരിച്ചു കേരളത്തിൽ. അങ്ങനെ ലോകത്തെവിടെ, അതായത് മലയാളികൾ ലോകത്തെല്ലായിടത്തും പോകുന്നവരാണ്, ജീവനോപാധി കണ്ടെത്താൻ തന്നെ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എവിടെ ഒരു പകർച്ചവ്യാധി ഉണ്ടോ അതൊരു പക്ഷേ കേരളത്തിലും വന്നേക്കാം. പിന്നെ കേരളത്തിൻ്റെ പരിസ്ഥിതി, അതും പകർച്ചവ്യാധികളെ വിളിച്ചു വരുത്തും. 44 പുഴകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളാറുണ്ട്. പക്ഷേ തെളിനീരുമായിട്ട് ഒഴുകി നടന്ന എല്ലാ അരുവികളും ഇപ്പോൾ വിഷനീരുമായിട്ടാണ് ഒഴുകി നടക്കുന്നത്. നമുക്കറിയാം, കൊച്ചിയിൽ വ്യവസായ മാലിന്യം വന്ന് കുമിഞ്ഞ് ജലാശയത്തിലേക്ക് വന്ന് എന്തുമാത്രം ഫിഷ് ആണ് ചത്ത് ഒടുങ്ങി നമ്മൾ കണ്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഫിഷ്, വലിയ ഫിഷ് ചത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടു. ചെറു ജീവികൾ തൊട്ട് പരിസ്ഥിതി എന്ന് പറയുന്നത് വലിയത് മാത്രമല്ല, ചെറുതും എല്ലാം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇവയുടെ ഒക്കെ സന്തുലിതാവസ്ഥയാണ് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അവയൊക്കെ കൊന്നൊടുക്കുക എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പ്രതിവിധി കാണണമെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നമുക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ, ഇവിടെയുള്ള ഏത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഈ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധി മൂലം ഏറ്റവും ചെറിയ പനിക്കുള്ള മരുന്ന് മാറിക്കഴിഞ്ഞാൽ പകരം മേടിച്ച് വെക്കാനുള്ള പണമില്ലാത്ത അവസ്ഥയാണ്. തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കൊരു എയിംസ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അതായത് ഈ പറയപ്പെട്ട പകർച്ചവ്യാധികൾ എല്ലാത്തിനെയും പറ്റി ശക്തമായ വളരെ ആഴത്തിലുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്താനും അവയെ പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള എല്ലാ പ്രോസസ്സും ഇനിഷ്യേറ്റ് ചെയ്യുവാനും നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമുക്ക് അർഹതയുണ്ട്, അവകാശമാണ് എന്ന് പറയാൻ കാരണമാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉയർത്തി നാം നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ അർഹതയുണ്ട് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണമാണ് ഈ പറയപ്പെട്ട ഈ തരം മാരക രോഗങ്ങൾ. ആ രോഗങ്ങൾ നേരത്തെ തന്നെ അവയുടെ പ്രതിവിധി, അവയുടെ സാന്നിധ്യം, അവയെ എങ്ങനെ പരിഹരിക്കും, ഇത്തരമുള്ള ഉയർന്ന തരത്തിലുള്ള ഗവേഷണ സൗകര്യം ഉണ്ടായിരിക്കണം. ആ ഗവേഷണ സൗകര്യങ്ങളൊന്നും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെൻറ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധനപ്രതിസന്ധി, അതിൻ്റെ രൂപവും തോതും കാണുമ്പോൾ നമുക്കറിയാം അടുത്ത കാലത്തൊന്നും സംസ്ഥാന ഗവൺമെൻറ് നിവർന്നു നിൽക്കാൻ പോകുന്നില്ല എന്ന്. കടം മേടിച്ച് കടക്കണിയിലേക്ക് പോകുമോ എന്നാണ് നാം ഭയക്കേണ്ടത്. അപ്പോൾ ഒരു എയിംസ് ഉണ്ടെങ്കിൽ ആ എയിംസ് കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ ഫിനാൻസ് ചെയ്യുന്നത്. അത് വേണ്ട രീതിയിൽ ഈ പറയപ്പെട്ട മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് രോഗപ്രതിരോധ ശേഷി കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയെ മലീമസമാക്കുന്ന എന്തൊക്കെ കാരണങ്ങളെ തടയണം, എങ്ങനെയൊക്കെ തടയണം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു മാർഗദർശനം നൽകാനായിട്ട് അങ്ങനെ ഒരു എയിംസ് വന്നാൽ അതിന് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യമായിട്ടും ഒരു എയിംസ്. അപ്പം നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീമതി വീണ ജോർജ് കേന്ദ്ര ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അനുകൂലമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുശേഷം അവർ തന്നെ, നമ്മുടെ മന്ത്രി ശ്രീമതി വീണ ജോർജ് തന്നെ ഇക്കാര്യം പൊതുജനങ്ങളെ അറിയിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം വരുന്ന റിപ്പോർട്ടുകൾ കണ്ടാൽ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ടേ വരൂ. അതായത് രാഷ്ട്രീയമായിട്ട് BJPയെ അനുകൂലിക്കുന്ന, BJPക്ക് കൈകൊട്ടിക്കൊണ്ട് നടക്കുന്ന ഗവൺമെൻറ്റുകൾ അത്തരം സംസ്ഥാനങ്ങളിലേക്ക് എയിംസ് കൊടുക്കാനാണ് BJPക്ക് താല്പര്യം. കേരളത്തിലേക്ക് തരാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് വരണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഓർക്കും, നമ്മുടെ 20 MP-മാർ, നമ്മുടെ 2 മന്ത്രിമാർ ഇവിടെ നിന്ന്, ഇവരൊക്കെ ഇവരുടെ ആ കപ്പാസിറ്റിയിൽ, MP-മാരെന്ന കപ്പാസിറ്റിയിൽ. പക്ഷേ ഒരു കാര്യമാണ്, നമുക്ക് 20 MP-മാരേ ഉള്ളൂ. നേരെമറിച്ച് UP-യിൽ 80 MP-മാരുണ്ട്. അപ്പോൾ 80 MP-മാരുള്ള UP-യും 20 MP-മാരുള്ള കേരളവും തമ്മിൽ എയിംസ് വേണമെന്ന് പറഞ്ഞ് സപ്പോസ് UP പറയുന്നു ഒരു എയിംസ് വേണമെന്ന്, കേരളവും പറയുന്നു, ആർക്ക് കൊടുക്കും? 80 MP-മാരുള്ള UP-ക്ക് തന്നെയാവും കിട്ടുക. അത് ഇനിയും കൂടുതൽ വഷളാകുമേ. പോപ്പുലേഷൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള, റീസ്ട്രക്ചർ ചെയ്യാനുള്ള തീരുമാനമുണ്ടല്ലോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്. അങ്ങനെ വന്നാൽ ഈ കേരളത്തിലെ ഈ 20 ലോകസഭാ മണ്ഡലങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ 18 കുറയാം, UP-യുടെ 80 എന്നുള്ളത് 100 കൂടാം. ഇതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോഴും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ശക്തിഹീനങ്ങളായി മാറിപ്പോയെന്നിരിക്കാം. അതിനൊക്കെ എതിരായിട്ട് നാം നിൽക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഈ ഒരു എയിംസ് നമുക്ക് വന്നേ പറ്റൂ.
ഇനി എയിംസ് വരുന്നതിന് പിന്നെയും തടസ്സങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് സുരേഷ് ഗോപി ബജറ്റ് കഴിഞ്ഞ ആ സാഹചര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്, അതായത് അവർ ഒരു 750 ഹെക്ടർ തൊട്ട് മുകളിലേക്ക് ഭൂമി വേണം ഒരു എയിംസ് വരണമെങ്കിൽ. കിനാലൂരിൽ കണ്ടിട്ടിരിക്കുന്ന അതിൻ്റെ അടുത്തെങ്ങും എത്തത്തില്ല. അതാണ് ഒരു കാരണമായിട്ട് ഇതിനെ തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതിനേക്കാൾ ഉപരി എത്രയോ പ്ലോട്ടുകൾ കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന് പേപ്പർ മിൽ പോലെ 800 മറ്റോ ഏക്കർ ഹെക്ടർ ഭൂമിയുള്ള വൈക്കമായിട്ട് ചേർന്ന് കിടക്കുന്ന അങ്ങനെയുള്ള ഏരിയകളൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇവിടെ വേറെ സ്ഥലം ഇല്ലാഞ്ഞിട്ടല്ല ഈ കിനാലൂർ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്. അത് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കിനാലൂർ എയിംസ് വരും എന്ന ഒരു ധാരണ പരത്തി അവിടെ അവർക്ക് വേണ്ടപ്പെട്ടവർ ഭൂമിയൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എയിംസ് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ വിലയൊക്കെ ബാണം കയറുന്നത് പോലെ, എലിബാണം പോലെ കുതിച്ചുയരും. അതിൻ്റെ ലാഭമൊക്കെ ഈ പറയപ്പെട്ട തൽപര കക്ഷികൾക്ക് ആണ് കിട്ടാൻ പോകുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഷെയർ ചെയ്യും. അതുകൊണ്ടാണ് കിനാലൂരിൽ തന്നെ പിടിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ കാസർഗോഡ് ദയാഭായി വന്ന് സമരം ചെയ്തതാണ്. കാസർഗോഡ് അത് വേണമെന്നും പറഞ്ഞ്. കാസർഗോഡ് നല്ലൊരു മെഡിക്കൽ കോളേജില്ല. അതുപോലെ വയനാട്ടിലാകാം. ആദിവാസികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട്. അതൊക്കെ പോകട്ടെ, വൈക്കത്തായാൽ എന്താ കുഴപ്പം? കോട്ടയത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ വൈക്കത്ത് 800-ലധികം ഹെക്ടർ ഭൂമിയാണ് ഒന്നും ചെയ്യാതെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി എയിംസ് ഇവിടെ കൊണ്ടുവന്നേ തീരൂ എന്ന വാശിയുണ്ടെങ്കിൽ നടക്കും. പക്ഷേ എൻ്റെ പോക്കറ്റ് വലുതാക്കുന്നതാണ് എൻ്റെ ജനസേവനത്തെക്കാൾ പ്രധാനമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് വിചാരിക്കുന്നുവെങ്കിൽ നമുക്ക് അവരെ ഒന്നും ചെയ്യാനൊക്കില്ല. അടുത്ത ഇലക്ഷനിൽ അവരെ 0 ആക്കി മാറ്റി ഒരു പാഠം പഠിപ്പിക്കാനേ ഒക്കൂ.